താങ്ക് ഗോഡ്, സ്തോത്രം. അറിയാലോ, രതീഷാണ് പ്രൈസർ ഫാമിലിയിൽ നിന്ന്. ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി തൻ്റെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുന്ന സമയത്ത് ഞാനുമായി സംസാരിക്കുമ്പോൾ ഇങ്ങനെ വളരെ വിഷമത്തോടെ, മീൻസ് വളരെ ടെൻഷനോടെ, പ്രിയ സഹോദരിയുടെ ടെൻഷൻ കാരണം ഇതാണ്: ഞാൻ ആ സഹോദരി പറയുവാൻ പോകുന്നതിനെ എങ്ങനെ എടുക്കും, അതൊരു തെറ്റായിട്ട് ഞാൻ മനസ്സിലാക്കി ഇനി പ്രാർത്ഥിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ആ സിസ്റ്ററിൻ്റെ ആ വിഷമത്തിനൊപ്പം ചേർന്ന് നിൽക്കാതിരിക്കുകയോ സിസ്റ്റർ മനസ്സിലാക്കാതിരിക്കുകയോ ചെയ്യുമെന്നുള്ളൊരു ടെൻഷൻ. അപ്പോൾ ആ സഹോദരി പറഞ്ഞതാണ്, ദേവദാസനെ, ഞാൻ വലിയൊരു പ്രശ്നത്തിലാണ്. ആ പ്രശ്നത്തിലായപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. എൻ്റെ ശത്രുക്കൾ, എനിക്ക് വിരോധമായി നിൽക്കുന്നവർ പുറത്തൊന്നുമല്ല, എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട, എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാർ, എൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ. ഇത് പറയാമോ എന്ന് എനിക്കറിയത്തില്ല. അതാണ് സിസ്റ്ററുടെ ടെൻഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, സഹോദരി, ടെൻഷനൊന്നും അടിക്കണ്ട, അത് തന്നെയാണ് സംഭവം അല്ലേ? തോന്നിയിട്ടില്ലെങ്കിൽ പ്രശ്നത്തിലായിട്ടില്ലെങ്കിൽ നമ്മളിപ്പോഴും ജീവിച്ചു തുടങ്ങിയിട്ടില്ല. ജീവിച്ചു തുടങ്ങുന്നവർ പ്രശ്നത്തിലാകുമ്പോൾ ആ പ്രശ്നത്തിന് കാരണമായവരെ നമ്മൾ കണ്ടെത്തും. വേദനയോടെ നമ്മൾ തിരിച്ചറിയും, അയ്യോ, ഇവനായിരുന്നു, ഇവളായിരുന്നു, ഇവരായിരുന്നു എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ തലമുറകൾക്കും എൻ്റെ നന്മകൾക്കും വിരോധമായി വെല്ലുവിളിച്ചു നിന്നത്. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ നമുക്ക് വേണ്ടപ്പെട്ടവർ, പ്രിയപ്പെട്ടവർ നമ്മുടെ വിരോധികളായി മാറുന്നു, നമ്മെ പല പല പ്രശ്നങ്ങളിലേക്കും തള്ളിവിടുന്നു? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കുക. അവർ നിങ്ങൾക്ക് വിരോധികളായി മാറുന്നതല്ല, അവരെ വിരോധികളാക്കി മാറ്റുന്നതാണ്. ആരാണ് അവരെ വിരോധികളാക്കി മാറ്റുന്നത്? മറ്റാരുമല്ല, പിശാച് തന്നെ. എന്തുകൊണ്ട് പിശാച് അവരെ നിങ്ങൾക്ക് വിരോധമാക്കി മാറ്റുന്നു എന്ന് ചോദിച്ചാൽ, നിങ്ങളിൽ ഒരു ദൈവപ്രവൃത്തി ഉണ്ട് എന്ന് പിശാച് തിരിച്ചറിയുന്നു. അതുകൊണ്ട് നിങ്ങളിൽ ദൈവപ്രവൃത്തി ഉണ്ടാകുന്നത് കാണുവാൻ ഇഷ്ടമില്ലാത്ത, ദൈവപ്രവൃത്തി മീൻസ് നിങ്ങളുടെ അവസ്ഥ, ഇന്നത്തെ അവസ്ഥ മാറുന്നത്, ഈ കണ്ണുനീർ മാറുന്നത്, ഈ നിരാശ മാറുന്നത്, ഈ വേദന മാറുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകുന്നത് കാണുവാൻ ഇഷ്ടപ്പെടാത്തവരെ പിശാച് കരങ്ങളിലെടുക്കുന്നു. ആരെ? നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിശാലത ഉണ്ടാകുന്നത് കാണുവാൻ ഇഷ്ടപ്പെടാത്തവരെ ദൈവം കരങ്ങളിലെടുക്കുന്നു. ഇവിടെ പിന്നെയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വിഷയം, നിങ്ങളൊരു വലിയ കഷ്ടത്തിലാകുമ്പോൾ, നിങ്ങൾ വലിയ ഞെരുക്കത്തിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളെ സഹായിക്കുവാൻ പലരും ഉണ്ടാകും. ഇല്ലേ? ഉണ്ട്, ഇല്ലെന്നൊന്നും പറയണ്ട, പലരും ഉണ്ടാകും. നിങ്ങൾക്ക് വേണ്ടി സഹതപിക്കുവാൻ പലരും ഉണ്ടാകും. അയ്യോ, പാപം തന്നെ, ഇങ്ങനെ പറ്റിപ്പോയല്ലോ, ഇങ്ങനെ ആയിപ്പോയല്ലോ. എന്നാൽ ഒന്ന് ചിന്തിച്ചേ, ഇന്നലകളിൽ ഇതുപോലെ നിങ്ങളുടെ വലിയ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നിങ്ങളെ സഹായിച്ചവർ, നിങ്ങൾക്ക് വേണ്ടി സഹതപിച്ചവർ, നിങ്ങൾ ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വന്ന് നിങ്ങളെ സഹായിച്ചവരെക്കാൾ അല്പം കൂടെ മെച്ചപ്പെട്ട സ്ഥിതിയിലേക്ക് മാറിയപ്പോൾ അവരുടെ മനോഭാവം എന്തായിരുന്നു? അതിനകത്തെല്ലാം ഉണ്ട്. താങ്ക് ഗോഡ്, തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി സഹതപിച്ചവർ നിങ്ങളോട് അസൂയപ്പെടുവാനായി തുടങ്ങി. കാരണം മനുഷ്യൻ്റെ സൈക്കോളജി അതാണ്. അവരെല്ലാവരെയും ആശ്വസിപ്പിക്കാനും എല്ലാവർക്കും വേണ്ടി സഹതപിക്കാനും ഒക്കെ ഇഷ്ടമാണ്. പക്ഷേ മറ്റൊരുവൻ്റെ ഉയർച്ചയിൽ സന്തോഷിക്കുവാൻ പറ്റത്തില്ല. അയ്യോ, പറ്റുമോ സഹോദര, സഹോദരി? നിങ്ങൾക്കും ചിലപ്പം പറ്റാതെ പോകുന്നുണ്ട്. സൂക്ഷിക്കുക, പിശാചിൻ്റെ കയ്യിലെ ആയുധങ്ങളായി മാറാം. അതുകൊണ്ട് ആ ചിന്തകളൊക്കെ വിട്ടുകളയുക. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾ അനുഗ്രഹിക്കുവാൻ കർത്താവിന് കഴിയും. അപ്പോൾ അവരെ ശത്രുക്കളാക്കി മാറ്റുന്നു. ആര്? പിശാച്. ഇനി എന്തുകൊണ്ട് അവർ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ടവർ? സംഭവം സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിങ്ങനെ റോഡിലൂടെ ഡ്രൈവ് ചെയ്ത് വരിക, ബൈക്കിലോ കാറിലോ ഒക്കെ. അപ്പോൾ നിങ്ങളിങ്ങനെ ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ റോഡിൻ്റെ വക്കത്ത് ഒരു കുടിയൻ, നിങ്ങൾ അയാളെ മുമ്പ് കണ്ടിട്ടില്ല, ഒരു പരിചയമില്ല, ഇനി കാണുവാൻ പോകുന്നില്ല. അയാളൊരു വലിയ തെറി നിങ്ങളെ വിളിച്ചു. അപ്പോൾ നിങ്ങൾ ബുദ്ധിയുള്ളവരാണെങ്കിൽ, തലയ്ക്കകത്ത് അല്പമെങ്കിലും ആള് താമസമുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യും? ഇറങ്ങി നിന്ന് അവനെ 10 തെറി തിരിച്ചു വിളിക്കുമോ? അതേ കല്ലെടുത്ത് എറിയുമോ? അതോ അടിക്കുമോ? അതോ പോലീസിനെ വിളിക്കുമോ? ഒന്നും ചെയ്യത്തില്ല. നമ്മളത് കേൾക്കാത്ത പോലെ നമ്മൾ പോകും. കാരണം അത് നമ്മളെ ഒരു വിധത്തിലും ബാധിക്കുന്ന ഒരു സംഭവമല്ല. അവനെ നമുക്ക് അറിയത്തില്ല, അവനുമായിട്ട് നമുക്കൊരു ബന്ധവുമില്ല, അവൻ്റെ തെറിവിളി നമ്മളെ ബാധിക്കേണ്ട കാര്യമില്ല. ഇതേ വ്യക്തി തന്നെ, ആ തെറിവിളി ബാധിക്കാത്ത വ്യക്തി, അതൊരു സഹോദരിയാണ് അല്ലെങ്കിൽ സഹോദരനാണ്. പ്രിയപ്പെട്ട ഭർത്താവ് ഒന്ന് മുഖം കറുപ്പിച്ചാൽ, സഹോദരി നിന്നോട് തന്നെ
നിൻ്റെ പ്രിയപ്പെട്ട സ്നേഹനിധിയായ ഭർത്താവ് ഒന്ന് മുഖം കറുപ്പിച്ചാൽ നിനക്ക് രാത്രി ഉറക്കം വരുമോ? എത്രയോ രാത്രികൾ അങ്ങനെ ഉറക്കമില്ലാതെ കിടന്നിട്ടുണ്ട്. നിങ്ങളുടെ മക്കൾ ഒന്ന് മുഖം കറുപ്പിച്ചാൽ സഹിക്കാൻ പറ്റത്തില്ല. മുഖം കറുപ്പിച്ചാൽ മതി, തെറിയൊന്നും വിളിക്കണ്ട, സഹിക്കുവാൻ കഴിയത്തില്ല. ഇത് തന്നെയാണ് നിങ്ങളുടെ ഈ സൈക്കോളജിയെ തന്നെയാണ് പിശാച് കരങ്ങളിലെടുക്കുന്നത്. നിങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരിൽ നിന്ന് ചെറിയൊരു പ്രശ്നം നിങ്ങൾക്കുണ്ടായാൽ മതി, നിങ്ങൾക്കത് കഴിയത്തില്ല. അങ്ങനെ സഹിക്കുവാൻ കഴിയാതാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ മേൽ വെളിപ്പെടുവാനുള്ള ദൈവപ്രവൃത്തി ഇട്ട് കളഞ്ഞിട്ട് നമ്മൾ ഓടിപ്പോകും. നമ്മുടെ പ്രാർത്ഥന നഷ്ടപ്പെടും, നമ്മുടെ ആത്മീയ ജീവിതം നഷ്ടപ്പെടും. അയ്യോ ഞാൻ ഒറ്റയ്ക്കാണ്. കാരണം നമ്മുടെ ഉള്ളിൽ പെട്ടെന്ന് വരുന്ന ഒരു ചിന്തയുണ്ട്, ഞാനീ പ്രാർത്ഥിക്കുന്നതും ഞാനീ കരയുന്നതും ഞാനീ വലിയ സ്വപ്നങ്ങൾ, ഞാൻ പറഞ്ഞ ദൈവപ്രവൃത്തി അതാണ്. നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, നിങ്ങളുടെ പ്രതീക്ഷകൾ, അത് ആ സ്ഥാപനത്തിൽ ഉയർന്ന ജോലിയായിരിക്കാം, നല്ലൊരു സ്ഥാപനത്തിൽ നല്ലൊരു ജോലിയായിരിക്കാം, ആ രാജ്യത്ത് കടന്നുപോയി നല്ലൊരു ജോലി ചെയ്യുന്ന അനുഭവമായിരിക്കാം, നല്ല വരുമാനമുള്ളൊരു ജോലിയായിരിക്കാം, നിങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട അനുഭവമായിരിക്കാം, നല്ല നിലയിൽ 4 പേരുടെ മുമ്പിൽ സന്തോഷത്തോടെ നിങ്ങൾക്ക് പറയുവാൻ കഴിയുന്ന രീതിയിൽ നിങ്ങളുടെ കുടുംബജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്ന ആ സ്വപ്നമായിരിക്കാം, നല്ലൊരു ഭവനമെന്ന സ്വപ്നമായിരിക്കാം, വസ്തുക്കൾ വാങ്ങുക, വാഹനങ്ങൾ വാങ്ങുക, മക്കളുടെ വിവാഹം, അതെ അല്ലേ, മക്കളുടെ പഠിത്തം, അവർക്ക് നല്ല കോഴ്സുകൾക്ക് അഡ്മിഷൻ കിട്ടുക, അവരെ നല്ല കോഴ്സുകൾക്ക് പഠിപ്പിക്കുക, വിദേശ രാജ്യങ്ങളിൽ വിട്ട്, പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രീസിൽ വിട്ട് അവരെ പഠിപ്പിക്കുക, അല്ലേ മാതാവേ, കാനഡയിൽ തന്നെ വിടണം, അതിനുവേണ്ടി കാത്തിരിക്കുക, UK തന്നെ മക്കൾ പോകണം, നമ്മുടെ ആത്മീയ ജീവിതം പണിയപ്പെടണം, എനിക്ക് ഒത്തിരി നേരം പ്രാർത്ഥിക്കണം, എനിക്ക് ഒത്തിരി പേരോട് കർത്താവിനെ കുറിച്ച് പറയണം, എൻ്റെ ശുശ്രൂഷയിലൂടെ ഒത്തിരി ആത്മാക്കൾ നേടപ്പെടണം, കർത്താവിന് വേണ്ടി എനിക്ക് ഇനി പോരാ ഇനിയും പ്രയോജനപ്പെടണം, എനിക്ക് ഇനിയും ജോലി ചെയ്യണം, എനിക്ക് ഇനിയും എൻ്റെ മക്കൾക്ക് വേണ്ടി സമ്പാദിക്കണം, അല്ലേ? ഈ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടല്ലോ, ഇതാണ് നിൻ്റെ മേലുള്ള ദൈവപ്രവൃത്തി. താങ്ക് ഗോഡ്. മനസ്സിലായില്ലേ? നമുക്കൊരു ദൈവമുണ്ട്. ആ ദൈവത്തെക്കുറിച്ച് വചനം പറയുന്നു, അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. എന്തിനാ തരുന്നേ? അത് ദൈവപ്രവൃത്തി ആയതുകൊണ്ടാണ്. താങ്ക് ഗോഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരുന്നൊരു കർത്താവ്. അപ്പോൾ ഈ ദൈവപ്രവൃത്തിയിൽ നിന്ന് നീ ഓടിപ്പോകണം. ഈ ദൈവപ്രവൃത്തി നിനക്കൊപ്പമുള്ളവർക്കും പ്രയോജനപ്പെടുന്നതാണെന്ന് നിനക്കറിയാം. അവർ ശത്രുക്കളായി മാറുമ്പോൾ നീ ചിന്തിക്കും, അയ്യോ ഇനി ഇതിൻ്റെ പിന്നാലെ നടന്നിട്ട് എന്ത് കാര്യം, വേണ്ട, എല്ലാം പോട്ടെ, നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞ് ഓടി രക്ഷപ്പെടും. അപ്പോൾ ഇതുവരെ ഞാനിങ്ങനെ ഒരു കാഷ്വൽ ടോക്കായി ഈ ചിന്ത ഇങ്ങനെ മുൻപോട്ട് കൊണ്ടുവരികയായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് വചനം ആവശ്യം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ രാത്രി ഞാൻ പ്രാർത്ഥിക്കുമ്പോഴാണ് ഈ മെസ്സേജ് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സജ്ജമാക്കി മാറ്റിയത്. അപ്പോൾ ഈ മെസ്സേജ് നിങ്ങളുമായി പങ്കുവയ്ക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതമാണ് അതിനുദാഹരണമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്ന, അല്ലെങ്കിൽ എന്നെ ബോധ്യപ്പെടുത്തിയ ഒരു വ്യക്തിയുടെ ജീവിതം. അപ്പോൾ ആ വ്യക്തിയുടെ ജീവിതം ഒത്തിരി തവണ നിങ്ങൾ ധ്യാനിച്ചിട്ടുള്ളതും നിങ്ങൾ കേട്ടിട്ടുള്ളതും, പ്രൈസർ ഫാമിലിക്കൊപ്പമുള്ളവരാണെങ്കിൽ ഒത്തിരി ധാരാളം തവണ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഒരു പക്ഷേ നമുക്ക് തോന്നും, ഇത് എത്രയോ തവണ നമ്മൾ കേട്ടിരിക്കുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. അതിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങളുടെ ഈ ചിന്തയ്ക്കുള്ള മറുപടിയായി ഈ വ്യക്തിയുടെ ജീവിതം മാറുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഏറ്റവും പ്രിയപ്പെട്ടവർ തന്നെ ശത്രുക്കളായി മാറുന്നു? 2, ദൈവം അതിന് എന്തുകൊണ്ട് അനുമതി കൊടുക്കുന്നു? 3, അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടമുണ്ടാകുമോ? ഈ പറഞ്ഞ ആഗ്രഹം, അതായത് ദൈവപ്രവൃത്തി, എന്തെങ്കിലും നഷ്ടമുണ്ടാകുമോ? അപ്പോൾ അതേക്കുറിച്ചാണ് പ്രാർത്ഥനയോടെ, വളരെ പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ. ആ ദൈവപ്രവൃത്തി നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുവാൻ കർത്താവ് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് പ്രൈസർ ഫാമിലിക്കൊപ്പം നിങ്ങൾ ആയിരിക്കുന്നു. താങ്ക് ഗോഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഓക്കെ, ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം അതിൻ്റെ 24-28 വാക്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് വ്യക്തിയെ മനസ്സിലായി. എങ്കിലും ഞാൻ ആ വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി വായിക്കട്ടെ. അവനെ എടുത്ത് ഒരു കുഴിയിലിട്ടു, അത് വെള്ളമില്ലാത്ത പൊട്ടക്കുഴി ആയിരുന്നു. 24-ാമത്തെ വാക്യമാണ് വായിച്ചത്. ഇനി 28-ാമത്തെ വാക്യം. മിദ്യാന കച്ചവടക്കാർ കടന്നു പോകുമ്പോൾ അവർ യോസേഫിനെ കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റി ഇശ്മായേലിയർക്ക് 20 വെള്ളിക്കാശിന് വിറ്റു. അവർ യോസേഫിനെ മിസ്രയീമിലേക്ക് കൊണ്ടുപോയി. യോസേഫ് എന്ന് പറയുന്ന ഒരു ബാലൻ, യോസേഫ് എന്ന് പറയുന്ന ബാലൻ, ആ ബാലൻ്റെ ജീവിതത്തിൽ സംഭവിച്ച 2 പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് പ്രസ്തുത 2 വാക്യങ്ങളിലൂടെ നിങ്ങൾ കേട്ടത്. 1-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ കേട്ടു, നിങ്ങൾക്ക് അറിയാമെന്നുള്ള സംഭവം തന്നെയാണ്. യോസേഫിനെ കുറച്ചു പേർ എടുത്തൊരു പൊട്ടക്കുഴിയിലിട്ടു. പൊട്ടക്കുഴി മീൻസ് വെള്ളം പറ്റിയ കിണർ. വെള്ളം പറ്റിയ ഒരു കിണറിനകത്ത് എടുത്തിട്ടു. ആരാണ് എടുത്തിട്ടത്? നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം അവൻ്റെ സഹോദരന്മാർ.
വെറും സഹോദരന്മാരല്ല, പ്രിയ സഹോദരന്മാർ, ജ്യേഷ്ഠ സഹോദരന്മാർ. ഈ അനുജൻ വീട്ടിലുണ്ടാക്കിയ ആഹാരം ചൂടാറാതെ ഇടയന്മാരായി ആടുകളെ മേയ്ക്കുവാൻ വീട്ടിൽ നിന്ന് വിദൂര സ്ഥലത്തേക്ക് പോയ സഹോദരന്മാർക്ക് കൊണ്ടുകൊടുക്കുവാൻ വന്നവനാണ്. അവൻ വീട്ടിനെയും സഹോദരന്മാരെയും തമ്മിൽ ചേർത്ത് നിർത്തുന്ന ഒരു കണ്ണിയാണ്. സ്തോത്രം. പലരും അങ്ങനെയാണ് കുടുംബസ്നേഹത്തിൽ സഹോദരങ്ങളെയും ബാക്കിയുള്ളവരൊക്കെ ചേർത്ത് നിർത്താൻ വേണ്ടി ഇങ്ങനെ നീച്ചുകൊണ്ടിരിക്കും അല്ലേ? ഭയങ്കര കുടുംബസ്നേഹം എന്നിട്ട് വാങ്ങിച്ചു കെട്ടു എല്ലായിടത്തൊന്നും കൂടെ. കുടുംബസ്നേഹം കൂടിക്കൂടി, സഹോദരി അതല്ലേ സംഭവിച്ചത്. കുടുംബസ്നേഹം കൂടിക്കൂടി ഇന്ന് കുടുംബമില്ല, ഒന്നുമില്ല. ഉള്ളതെല്ലാം കുടുംബസ്നേഹത്തിൻ്റെ പേരിൽ കൊണ്ടിട്ടു. കാര്യം കഴിഞ്ഞപ്പോൾ അവരെല്ലാം കൂടെ വലിച്ചെടുത്ത് പുറത്തിട്ടു. സഹോദര അതല്ലേ? കുടുംബസ്നേഹമായിരുന്നു. അയ്യോ എൻ്റെ കുടുംബം, എൻ്റെ സഹോദരങ്ങളും എൻ്റെ ബന്ധുക്കളും അവരിങ്ങനെ ആയിരിക്കണം. എന്നിട്ടിപ്പോൾ അവരൊക്കെ നീ ആഗ്രഹിച്ചതിനേക്കാളും വലുതൊക്കെ ആയി. പക്ഷെ നീയോ പണി കിട്ടിയല്ലേ? അപ്പോൾ അത് ആ സൂഷൻ ഓക്കെ നടക്കട്ടെ. നോക്കൂ, യോസേഫിനെ എടുത്ത് പൊട്ടക്കുഴിയിലിട്ടു. സഹോദരന്മാരാണ്, സ്വന്തം സഹോദരന്മാരാണ്. അവിടെ കൊണ്ട് തീർന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇവർക്കൊരു ചിന്ത വന്നു. ഇവനങ്ങനെ പൊട്ടക്കുഴിയിലിട്ട് വെറുതെ കൊന്നു കളഞ്ഞിട്ട് നമുക്ക് എന്താ പ്രയോജനം, നമുക്ക് ഇവനെ വിൽക്കാം. അങ്ങനെ ആഗ്രഹിച്ചപ്പോഴാണ് മിഥ്യാനിയ കച്ചവടക്കാർ വന്നത്. അപ്പോൾ നേരെ ഇവനെ എടുത്തു 20 വെള്ളിക്കാശിന് കച്ചവടക്കാർക്ക് വിറ്റ് കളഞ്ഞു. ഒരിക്കൽ കൂടി പറയട്ടെ, ഏറ്റവും പ്രിയപ്പെട്ട സഹോദരന്മാർ യോസേഫിനെ വിറ്റ് കളഞ്ഞു. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ആ ചോദ്യത്തിലൂടെ നമ്മുടെ ചിന്ത മുൻപോട്ട് കൊണ്ടുപോകാം. എന്തുകൊണ്ട് സംഭവിച്ചു? ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ ഇവിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. യോസേഫിന് മേലുള്ള ദൈവപ്രവൃത്തി അവൻ ദർശനത്തിലൂടെ കാണുകയാണ്. അവനൊരു വാഴ്ചയുണ്ട്. താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ. അവൻ ചിലതിനെയൊക്കെ വാഴും. അവൻ സഹോദരന്മാരെക്കാൾ ഉയരും. ആമേൻ. നിങ്ങളുടെ പേരിലുള്ള ദൈവപ്രവൃത്തി അതല്ലേ? ആണ്. സഹോദര, നിന്റെ ഉയർച്ച, പലരെക്കാളുമുള്ള ഉയർച്ച നിന്റെ കുടുംബത്തിൽ, നിന്നെ അറിയുന്നവരിൽ. സഹോദരി, അതാണ് നിന്റെ ആഗ്രഹം, നിന്റെ പ്രാർത്ഥന. കർത്താവ് നിന്നോട് സംസാരിക്കുന്നതും അത് തന്നെ. സാഹചര്യം നോക്കിയിട്ടല്ല കർത്താവ് പറയുന്നത്. താങ്ക് ഗോഡ്. യോസേഫിൻ്റെ വലിപ്പോ യോസേഫിൻ്റെ കഴിവോ നോക്കിയിട്ടല്ല കർത്താവ് പറയുന്നേ. യോസേഫിൻ്റെ കർത്താവിന് ഇഷ്ടമാണ്. അതുകൊണ്ട് യോസേഫിൻ്റെ ഇഷ്ടം എന്തായിരിക്കും? ഏറ്റവും ചെറിയവനായതുകൊണ്ട്, ഇളയവനായതുകൊണ്ട് യോസേഫിനൊരു ഇഷ്ടം കാണും. അയ്യോ, എനിക്ക് ഏറ്റവും വലിയവനാകണം. അതെപ്പോഴും അങ്ങനെ. ഏറ്റവും ചെറിയവനാകുമ്പോഴാണ് നമുക്ക് വലിയവനാകുവാനുള്ള വാഞ്ച ഉണ്ടാകുന്നത് അല്ലേ? പലയിടങ്ങളിലും നിങ്ങൾ ചെറിയവരാകുന്നത് കൊണ്ട്, പലയിടങ്ങളിലും നിങ്ങൾ മാറ്റി നിർത്തപ്പെടുന്നത് കൊണ്ട്, പലയിടങ്ങളിൽ നിങ്ങൾ കൊള്ളാത്തവരായി മാറുന്നത് കൊണ്ട്, പലയിടങ്ങളിൽ നിങ്ങളുടെ കുടുംബം പേര് പറയുവാൻ പോലും ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് 4 പേർക്ക് പറയുവാൻ കഴിയുന്ന വിധത്തിൽ എൻ്റെ കുടുംബം മാറണം, എൻ്റെ മക്കളുടെ ജീവിതം മാറണം, എൻ്റെ ജീവിതം മാറണം. താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ. ആ വിധത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹം തന്നെയാണ് ദൈവപ്രവൃത്തി. കാരണം പ്രാർത്ഥിക്കുന്ന സ്തോത്രം. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, പ്രാർത്ഥിക്കുന്ന പ്രൈസർ ഫാമിലിക്കൊപ്പമായിരിക്കുന്ന സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ, നിങ്ങളുടെ ആഗ്രഹം തന്നെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. നിങ്ങളുടെ ആഗ്രഹം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ പ്രവൃത്തി. ആ ദൈവത്തിൻ്റെ പ്രവൃത്തി ദർശനത്തിലൂടെ യോസേഫ് കാണുകയാണ്. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരെയും പോലെ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങളോട് ദൈവം ഇടപെടുന്നുണ്ട്. ഒരുപക്ഷെ അത് എന്നിലൂടെ ആയിരിക്കാം. എന്നിലൂടെ ഇപ്പോൾ നിങ്ങളത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിനക്കൊരു ഉയർച്ചയുണ്ട് സഹോദരി. ആ തൊഴിലിടത്തിൽ നിനക്കൊരു ഉയർച്ചയുണ്ട്. ഒത്തിരി പേരുടെ മുമ്പിൽ തലകുനിച്ച് നിന്ന സ്ഥാനത്ത് നിന്ന് പലരുടെയും മുമ്പിൽ തല നിവർത്തി പലർക്കും വേണ്ടത് ചെയ്തു കൊടുക്കുവാൻ തക്കവണ്ണം നിന്നെ പ്രാപ്തനാക്കുന്ന ഒരു ഉയർച്ച ആ തൊഴിലിടത്തിലുണ്ട്. ഇന്നത്തെ സാഹചര്യം നോക്കണ്ട. ഇന്നത്തെ സാഹചര്യത്തിൽ നീ ഉള്ളതിൽ ചെറിയവനായിരിക്കാം, ഉള്ളതിൽ ചെറിയ ശമ്പളമായിരിക്കാം നിനക്ക് വാങ്ങുവാൻ കഴിയുന്നത്, ഉള്ളതിൽ അല്ലെങ്കിൽ മോശമെന്ന് പറഞ്ഞാൽ ചെറിയ ജോബായിരിക്കാം നിനക്കുള്ളത്. നിന്റെ ജോലി സാഹചര്യം അത്ര അനുകൂലമോ അനുഗ്രഹമോ ഒന്നും ആയിരിക്കത്തില്ല. പക്ഷേ നിനക്കൊരു ഉയർച്ചയുണ്ട്. അവിടെ തന്നെ നീ ഒന്നുമല്ലാതിരിക്കുന്ന ആ സ്ഥാപനത്തിൽ തന്നെ നിനക്കൊരു ഉയർച്ചയുണ്ട്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി സഹോദര, അറിയുന്നവരുടെ, പ്രിയപ്പെട്ടവരുടെ മധ്യത്തിൽ നിങ്ങളുടെ കുടുംബ ജീവിതം തീരെ ചെറുതായിരിക്കാം. 4 പേരുടെ മുമ്പിൽ പറയുവാൻ തക്കവണ്ണമൊന്നും നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഇല്ലായിരിക്കാം. 4 പേർക്ക് പറയുവാൻ കഴിയുന്നതൊന്നും ശ്രേഷ്ഠകരമായതൊന്നും ഇല്ലാതിരിക്കാം. അങ്ങനെ നിങ്ങളായിരിക്കുമ്പോൾ നിങ്ങളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, 4 പേരുടെ മുൻപിൽ 4 പേർ കൂടുന്നിടത്ത് കൊണ്ട് നിർത്തുവാൻ തക്കവണ്ണം നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ ജീവിതത്തെ ഉയർത്തുവാൻ എൻ്റെ ദൈവത്തിന് ആഗ്രഹമുണ്ട്. അതാണ് ദൈവത്തിന്റെ ഇഷ്ടം. അതങ്ങനെ സംഭവിക്കുവാൻ പോകുന്ന കൃപയ്ക്ക് യേശുവിൻ നാമത്തിൽ പേർ പറയുവാൻ കഴിയും വിധത്തിൽ ചില ഫങ്ഷൻസ്, നിന്റെ കുടുംബത്തിൽ ചില ഫങ്ഷൻസ് നടക്കുമ്പോൾ അതെ ചിലർ ചോദിക്കുവാൻ പോകുക, അവരെ വിളിച്ചിട്ടുണ്ടോ? നിന്നോടുള്ള ദൂത സഹോദരി, അവരെ വിളിച്ചിട്ടുണ്ടോ? ഇപ്പോഴും ആ ചോദ്യം ഉണ്ട്.
അവരെ വിളിച്ചിട്ടുണ്ടോ? എങ്കിൽ ഞങ്ങൾ വരുന്നില്ലെന്ന്. അയ്യോ, അവനെയൊക്കെ വിളിക്കുന്നിടത്ത് വരത്തില്ല. അങ്ങനെ പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ട നീ കരയുക. ഓ താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ. നീ കരയുന്നത് കൊണ്ടല്ല ഞാൻ കർത്താവിന് നന്ദി പറഞ്ഞത്, നിന്റെ കണ്ണുനീർ ദൈവം കണ്ടതുകൊണ്ടാണ് ഞാൻ നന്ദി പറഞ്ഞത്. ഓ സ്തോത്രം, യേശുവിൻ നാമത്തിൽ. അവിടെ നിന്റെ പ്രസൻസ് അനിവാര്യമായി വരിക. ഓ താങ്ക് ഗോഡ്, നിന്റെ കുടുംബത്തിൻ്റെ പ്രസൻസ് അനിവാര്യമായി വരിക. അതിന് തക്കവണ്ണം കർത്താവ് നിന്നെ ഉയർത്തുക. മാതാവേ, പിതാവേ, നിങ്ങളുടെ തലമുറകളെ കർത്താവ് ഉയർത്തുക. നിങ്ങളുടെ തലമുറകൾക്ക് നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ കോൺഗ്രിഗേഷനിൽ ഒരു പൊസിഷൻ, ഒരു സ്ഥാനമുണ്ടാകുവാൻ പോകും. ഓ താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ. മാറ്റി നിർത്തുവാൻ കഴിയാത്ത, മറന്ന് കളയുവാൻ കഴിയാത്ത ഒരു സ്ഥാനം, അതിന് തക്കവണ്ണം എൻ്റെ കർത്താവ് അവരുടെ ജീവിതത്തിൽ ചിലത് നൽകുവാൻ പോകുക. ഓ സ്തോത്രം. ഒന്നിനും കൊള്ളാത്ത ചില സ്ഥാനങ്ങളെ മാറ്റി കൊള്ളാകുന്നുള്ള ചില സ്ഥാനങ്ങളിലേക്ക് രാജ്യങ്ങളുടെ വാതിലുകൾ അവർക്ക് മുമ്പിൽ തുറക്കപ്പെടുവാൻ പോകുക. പ്രാർത്ഥിക്കുകയും ഓ താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ. പലർക്കും മാതൃകയാക്കി നിങ്ങളുടെ മക്കളെ പലരും കാണിച്ചു കൊടുക്കുവാൻ പോകുക. അവനെ പോലെ പഠിക്കണം, അവനെ പോലെ ജീവിക്കണം. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. അപ്പോൾ ഒരുപക്ഷെ സ്വാഭാവികമായിട്ട് ചിന്തിക്കും, ദൈവദാസനെ ഇന്നത്തെ അവസ്ഥ നിങ്ങൾക്കറിയാമോ? ഞാൻ ഇന്നത്തെ അവസ്ഥയല്ല പറഞ്ഞത്. യോസേഫ് ഏറ്റവും ചെറിയവനാ, ഈ ബാക്കിയുള്ളവന്മാരിൽ ഏറ്റവും ചെറിയവനാ. പക്ഷേ യോസേഫിനൊരു ആഗ്രഹമുണ്ട്, എനിക്ക് വലുതാവണം. ആ ആഗ്രഹത്തെ കൂടെ നിന്ന് നടത്തി കൊടുക്കുന്ന ഒരു ദൈവവും യോസേഫിനൊപ്പമുണ്ട്. നിങ്ങളുടെ മക്കൾക്കൊപ്പം ആ ദൈവമുണ്ട്. ഇന്ന് അവർ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് പലരുടെയും അടുക്കൽ നിന്ന് അവർ തള്ളിപ്പോകുന്ന, അവർ കൊള്ളാത്തവരായി, പലതിനും കൊള്ളാത്തവരായി അവർ തള്ളിപ്പോകുന്ന സ്ഥാനത്തു നിന്ന് അവരെ പുറത്തു കൊണ്ടുവന്ന് അവരുടെ ഹൃദയത്തിൽ ആഗ്രഹം പോലെ, നിങ്ങളുടെ ഹൃദയത്തിൽ ആഗ്രഹം പോലെ അവരെ ഉയർത്തുന്ന ഒരു ദൈവം അവരോട് കൂടെയുണ്ട്. ആ ദൈവത്തിന് അവരെക്കുറിച്ച് ചില ആഗ്രഹങ്ങളുണ്ട്. ഓ താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ. ആമേൻ. അത് എന്താണ്? നിങ്ങളതിലൂടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. സഹോദര, നീ ഇനിയും ജോലി ചെയ്യും. സഹോദരി, നീ ഇനിയും മക്കളുടെ കാര്യം നോക്കൂ. ഓ താങ്ക് ഗോഡ്, ആ രോഗക്കിടക്കയിൽ നീ എഴുന്നേൽക്കും. എൻ്റെ ദൈവത്തിൻ്റെ ആഗ്രഹം അതാണ്. നിന്റെ ഇഷ്ടവും ദൈവത്തിൻ്റെ പ്രവൃത്തിയും അത് തന്നെയാണ്. ഓ താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി, സൗഖ്യമായി അത് നീ അനുഭവിക്കുവാൻ പോകുക. നിങ്ങളുടെ ആത്മീയ ജീവിതം ഇനിയും പണിയണം. നിങ്ങൾ കർത്താവിന് വേണ്ടി ഒത്തിരി പ്രയോജനപ്പെടണം. ഒത്തിരി ഭൗതികമായ നന്മകൾ പ്രാപിച്ചു ദേശത്തിൽ അനേകരുടെ സാക്ഷികളായി നിങ്ങൾ മാറണം. നിങ്ങളെ കാണുന്നവർ പറയണം, അതെ, ഇങ്ങനെ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് എൻ്റെ ജീവിതത്തെ മാറ്റുവാൻ കഴിയും. എന്നെ കണ്ണുനീരിൻ്റെ, നിരാശയുടെ, വേദനയുടെ അനുഭവത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, സ്വസ്ഥതയുടെ അനുഭവത്തിൽ നടത്തുവാൻ കഴിയുമെന്ന് അനേകർ പറയണമെന്ന് എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ലോകമത് ആഗ്രഹിക്കുന്നുണ്ടോ എനിക്കറിയത്തില്ല, എൻ്റെ ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ അവൻ്റെ പേരുയർത്തുവാൻ തക്കവണ്ണം നിന്റെ ആത്മീയ ജീവിതത്തെ എൻ്റെ കർത്താവ് പണിയുക. സ്തോത്രം. തകർക്കപ്പെട്ട ആത്മീയ ജീവിതം പണിയപ്പെടുമ്പോൾ ദേശത്തിൽ ആ ഉന്നത സ്ഥാനങ്ങളിലേക്ക്, ഓ താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ, തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ശുശ്രൂഷക, നിന്നിലൂടെ ഒത്തിരി പേർ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കണമെന്ന് എൻ്റെ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ദൈവപ്രവൃത്തി അതാണ്, അത് നിൻ്റെ ഇഷ്ടമാണ്. എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി അതാണ്. അതെ, അപ്പോൾ നിങ്ങളത് കേൾക്കുന്നുണ്ട്. എന്നിലൂടെ നിങ്ങളത് കേട്ടു, വചനത്തിലൂടെ നിങ്ങളത് കേൾക്കുന്നുണ്ട്, ദർശനങ്ങളിലൂടെ നിങ്ങളത് കാണുന്നുണ്ട്, മറ്റു പലരിലൂടെയും. ഇനി ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ, ഓ സ്തോത്രം, യവൻ പറഞ്ഞിട്ട് കേട്ടിട്ടാണ്, അല്ല യവൻ പറഞ്ഞിട്ട് നിങ്ങൾ കേൾക്കേണ്ട, മറ്റാരെങ്കിലൂടെയും നിങ്ങൾ കേൾക്കും. നിങ്ങളൊരു ദൈവ പൈതലാണെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവളാണെങ്കിൽ നിങ്ങളത് കേൾക്കും. കാരണം ദൈവപ്രവൃത്തി അതാണ്, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങളുടെ ഇഷ്ടം ഉയർച്ചയാണ്. ഓ താങ്ക് ഗോഡ്, കഷ്ടതയിൽ നിന്നുള്ള ഉയർച്ചയാണ്. ഓ ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നോക്കൂ, ആ ദൈവപ്രവൃത്തി ദർശനമായി യോസേഫ് കാണുകയാണ്. യോസേഫ് കണ്ട ദർശനത്തിൽ അസൂയ പൂണ്ട സഹോദരന്മാർക്ക് അസൂയായി. അങ്ങനെ ഇവരങ്ങ് ഉയർന്നാൽ ശരിയാകത്തില്ലല്ലോ. ദാറ്റ്സ് പോയിന്റ്. അസൂയ. മനസ്സിലാവുന്നുണ്ടോ? എന്തുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ബന്ധുക്കൾ നിങ്ങളുടെ ശത്രുക്കളായി മാറുന്നു? അസൂയ. ആ അസൂയ എന്ന, സഹോദരന്മാരുടെ അസൂയ എന്ന തുറന്നിട്ട വാതിലിലൂടെ ഒരാൾ അകത്ത് പ്രവേശിച്ചു. ആരുടെ അകത്ത്? ഈ പറഞ്ഞ സഹോദരന്മാരുടെ അകത്ത്. ആ പ്രവേശിച്ച ആളിൻ്റെ പേരാണ് പിശാച്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും ഒരു ഉയർച്ചയാണ്, ഒരു നന്മയാണ്, മറ്റു പലർക്കും ഇല്ലാത്തതാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്ന് തിരിച്ചറിയുന്ന പ്രിയപ്പെട്ടവർ അസൂയയുടെ വാതിൽ തുറന്നിടും. ആ വാതിലിലൂടെ പന്ന പിശാച് അകത്ത് പ്രവേശിക്കും. ഇവിടെ നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങൾ ഉയരണമെന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും നിങ്ങൾക്ക് സംശയമാണ്, ഉയരുമോ? പക്ഷേ ലോകത്തിന് സംശയമില്ല. സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരെങ്കിൽ, നിങ്ങൾ ഉപവസിക്കുന്നവരെങ്കിൽ നിങ്ങൾ ഉയരും. ഓ താങ്ക് ഗോഡ്. നിങ്ങളുടെ ഉയർച്ചയെ തടസ്സപ്പെടുത്തുവാൻ ഈ ലോകത്തിലെ ഒരു
പിശാചിനും ഒരു പിശാചിൻ്റെ പദ്ധതികൾക്കും പിശാചിനാൽ പിടിക്കപ്പെട്ട ഒരു മനുഷ്യനും കഴിയത്തില്ല. അത് ലോകത്തിന് അറിയാം. ഓ താങ്ക് ഗോഡ്, ആമേൻ. അതുകൊണ്ട് അവരൊന്ന് എതിർത്ത് നോക്കും, വല്ലതും നടന്നാലോ, വല്ലതും നടന്നാലോ. അങ്ങനെ ഈ സഹോദരന്മാർ എന്ത് ചെയ്തു? യോസേഫിനെ എടുത്ത് പൊട്ടക്കുഴിയിലിട്ടു. അവിടെ നിന്നെടുത്ത് വിറ്റ് കളഞ്ഞു. എന്തുകൊണ്ട്? യോസേഫ് ഉയരുമെന്ന് തിരിച്ചറിഞ്ഞിട്ട്. മറ്റുള്ളവർ ശത്രുക്കളാകുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങളുടെ മേലുള്ള ദൈവപ്രവൃത്തി അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവർ ഭയപ്പെടുവാൻ തുടങ്ങിയിട്ടുണ്ട്. അവർ ഭയപ്പെടുന്നു എന്നതുകൊണ്ട് ദൈവം പണി നിർത്തൂ? ഇനി നിങ്ങളിവിടെ ചിന്തിക്കണം, അവർ ഭയപ്പെടുന്നത് കൊണ്ട്, അവർക്ക് അസൂയ ഉണ്ടായതുകൊണ്ട് അവർ മോശക്കാരാണോ? എൻ്റെ പൊന്നേ, അവർ മോശക്കാരല്ല. 12 ഗോത്രങ്ങളുടെ പിതാക്കന്മാരാണ് ഈ സഹോദരനെ എടുത്ത് കുഴിക്കകത്തിട്ടത്. അവർ ശ്രേഷ്ഠന്മാരാണ്. 12 ഗോത്ര പിതാക്കന്മാർ. യഹൂദ, ആ ഗോത്രത്തിൽ നിന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. നോക്കിയേ, എന്ത് ശ്രേഷ്ഠമായ പദവിയുള്ള ആൾക്കാരാ. പലരും ഇത് ചിന്തിച്ചുകൊണ്ടായിരിക്കുന്നേ, അവരൊക്കെ നല്ലവരാ, അവരാരും എനിക്കൊരു ദ്രോഹവും ചെയ്യത്തില്ല, അവരൊക്കെ എന്ത് പുണ്യാളന്മാരാണെന്നോ, അവരൊക്കെ കർത്താവിന് എത്രമാത്രം ഇഷ്ടപ്പെട്ടവരും കർത്താവിനെ സ്നേഹിക്കുന്നവരും ഒക്കെ ആണെന്നോ. ശരി, അവരെല്ലാം നല്ലവരാ, നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവരും നല്ലവരാ, അവരാരും കുഴപ്പക്കാരല്ല. പക്ഷെ അവർ നിനക്ക് കുഴപ്പക്കാരാ. കാരണം നിന്റെ മേലുള്ള വാഗ്ദത്തം അങ്ങനെയുള്ളതാ. തിരിച്ചറിയുന്നവർക്കായി പിന്നെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. അപ്പോൾ തുടർന്ന് യോസേഫിൻ്റെ ജീവിതത്തിലൂടെ വേഗത്തിൽ നിങ്ങളെ ഞാനൊന്ന് നടത്തുകയാണ്. 1-2 കാര്യങ്ങൾ കൂടെ പറഞ്ഞ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കണമേ. ദൈവം നിങ്ങളെ ആരുടെയും ഒന്നിൻ്റെയും അടിമയായിരിക്കുവാൻ സമ്മതിക്കത്തില്ല. നിങ്ങൾക്ക് സന്തോഷമായി, പക്ഷെ അത് ദുഃഖം കൂടെ ഉണ്ടാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. കാരണം പ്രശ്നത്തിലാകുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നം വരുമ്പോൾ, ചിലരുടെയൊക്കെ കീഴിൽ അല്ലെങ്കിൽ ചിലരൊക്കെ എന്നെ ഒന്ന് ചേർത്ത് നിർത്തിയിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കും. പക്ഷേ ദൈവം പറയും, നടക്കത്തില്ല മോനെ, നിന്നെ അങ്ങനെ ആരുടെ അടിമയായി ഞാൻ വിടത്തില്ല. നോക്ക്, ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, യോസേഫ് ഒരു മിസ്രീമിൻ്റെ വീട്ടിൽ ഭയങ്കര സംഭവമായിട്ടിരിക്കുക. ഭയങ്കര സംഭവമാണ് പറയുമ്പോൾ, പക്ഷെ അവൻ അടിമയാണ്. മിസ്രീമേൻ വില കൊടുത്ത് വാങ്ങിയ, പോത്തിഫോർ എന്ന് പറയുന്ന വ്യക്തി വില കൊടുത്ത് വാങ്ങിയ ഒരു അടിമ. അവനവിടെ അങ്ങ് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് അങ്ങ് ജീവിച്ചു പോവുകയാണ്. പക്ഷേ നമ്മൾ പലരും ആഗ്രഹിക്കുന്നത്, എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിന്നാൽ മതി, ആരുടെയെങ്കിലും കീഴാ. പക്ഷെ കർത്താവ് പറഞ്ഞാൽ പറ്റത്തില്ല. കർത്താവ് അവിടെ നിന്ന് ഓടിക്കുക. നീ അങ്ങനെ അടിമയായിരിക്കുവാനുള്ളവനല്ലേ. സ്തോത്രം. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചില സ്ഥാനങ്ങളിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷയോടെ നോക്കുന്ന ചിലരുടെ അടുക്കൽ നിന്ന് നിങ്ങൾ കർത്താവ് ഓടിക്കുന്നതേ, എൻ്റെ അപ്പന് നിങ്ങൾ അടിമയായിരിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. നിങ്ങൾ ആരുടെയും കീഴിലിരിക്കുന്നത്. നാളെ ആരെങ്കിലും എഴുന്നേറ്റ് നിന്നിട്ട് ഞാനാണ് അവനെ വളർത്തിയത്, ഞാൻ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഇവനെന്ന് പറയുന്നത് എൻ്റെ കർത്താവിന് ഇഷ്ടമില്ല. താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ. അത് തന്നെ, നിങ്ങൾ ആരുടെയെങ്കിലും ഔദാര്യത്തിൽ എന്തെങ്കിലും ആകുന്നത് ദൈവത്തിന് ഇഷ്ടമേ അല്ല. അങ്ങനെ ആരുടെയെങ്കിലും ഔദാര്യത്തിൽ നിങ്ങൾ എന്തെങ്കിലും ആക്കാമെന്ന് പറഞ്ഞല്ല ദൈവം വിളിച്ചത്. നോക്കൂ, 40-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം തന്നെ 23-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, പാനപാത്രവാഹകന്മാരുടെ പ്രമാണി യോസേഫിനെ മറന്നു കളഞ്ഞു. കർത്താവ് പറയാം, അങ്ങനെ നിന്നെ ഒരുത്തരം ഓർക്കേണ്ടവൻ ഞാനിവിടെ ഉണ്ട്. താങ്ക് ഗോഡ്. മനുഷ്യൻ ഓർത്താൽ എത്രത്തോളം എന്നേ. നിങ്ങളെക്കുറിച്ച് പലരും ഓർത്ത് കൈ നീട്ടിയാൽ എത്രത്തോളം. മനുഷ്യനെ മറക്ക വച്ചിട്ട്, സ്തോത്രം, ആ പാനപാത്രവാഹകനെ. ഈ സംഭവമൊക്കെ നിങ്ങൾ വായിച്ച് തന്നെ മനസ്സിലാക്കിക്കൊള്ളണം. പ്രൈസർ ഫാമിലിക്കൊപ്പം ഉള്ളവർക്ക് കാര്യം മനസ്സിലാവും. യോസേഫ് പ്രതീക്ഷിച്ചു, ഇവൻ ഓർക്കും, കൊട്ടാരത്തിൽ പോയിട്ട് എന്നെക്കുറിച്ച് പറയും, ഞാനിങ്ങനെ അവിടുത്തെ ഇതിനകത്ത് കിടപ്പുണ്ട്. പക്ഷെ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിലുള്ള ചിന്ത, ഈ സംഭവം നിങ്ങൾക്ക് അറിയാമല്ലോ, പറഞ്ഞു പോകാൻ സമയമില്ല. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ എന്നും പാനപാത്രവാഹകനെ കാണുമ്പോൾ യോസേഫ് ഒന്ന് തലവെച്ച്, പാനപാത്രവാഹകൻ, എപ്പോഴും ഓർമ്മ വേണം, ഞാൻ ഒറ്റ ഒരുത്തനാ നീ ഇവിടെ എത്താൻ കാരണം, അല്ലെങ്കിൽ ഇപ്പം കാണാമായിരുന്നു കാരാഗ്രഹത്തിൽ കിടന്ന് അല്ലേ. അവൻ്റെ മുമ്പേ കുനിയേണ്ടി വരും, തല കുനിക്കേണ്ടി വരും. അങ്ങനെ ആരുടെയെങ്കിലും എന്തിൻ്റെങ്കിലും മുമ്പിൽ നിങ്ങൾ തല കുനിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും അങ്ങനെ തല കുനിയാൻ ദൈവം സമ്മതിക്കത്തില്ല. അങ്ങനെ ആരുടെ മുമ്പിൽ നിങ്ങൾ തല കുനിയേണ്ടവരല്ല. സഹോദര, സഹോദരി, മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ കേൾക്ക്, നിങ്ങൾ അങ്ങനെ ആരുടെയെങ്കിലും എന്തിൻ്റെയെങ്കിലും മുൻപിൽ തല കുനിക്കേണ്ടവരല്ല. അതുകൊണ്ട് ചിലർ നിങ്ങളെ മറക്കും. ദൈവം മറക്കാൻ പറയും, എന്നിട്ട് ദൈവം നിങ്ങളെ ഓർക്കും. 41 വായിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 41-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, മിസ്രയീമിലെ ഫറവോൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ പൊസിഷനിലേക്ക് ദൈവം അവനെ കൊണ്ടു ചെല്ലുകയാ. അവനെ ഉയർത്തി, ഏറ്റവും ഇളയവനെ ഏറ്റവും ഉയർത്തി. താങ്ക് ഗോഡ്. ദൈവപ്രവൃത്തി അവനെ ഉയർത്തി. എന്നെ കേൾക്കുന്ന പ്രിയരെ കേൾക്കണമേ. ഒപ്പമുള്ളവർ എന്തുകൊണ്ട് ശത്രുക്കളായി മാറുന്നു? ഒപ്പമുള്ളവർക്ക് എന്തുകൊണ്ട് അസൂയ തോന്നുന്നു? നിങ്ങളുടെ മേലൊരു ദൈവപ്രവൃത്തിയുണ്ട്. അത് നിങ്ങൾ കാണുന്നുണ്ടോ കാണുന്നില്ലേ എനിക്കറിയത്തില്ല. എന്നാൽ നിങ്ങൾ കേൾക്കുന്നത്, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങളുടെ മേലൊരു ദൈവപ്രവൃത്തിയുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ആ ഇഷ്ടം നിങ്ങളുടെ ഉയർച്ച തന്നെ. പലരും
പലതിനേക്കാളും എൻ്റെ ദൈവം നിങ്ങളെ ഉയർത്തും. സഹോദര, നിങ്ങളുടെ തൊഴിലിടത്തിൽ നിങ്ങളെ കർത്താവ് ഉയർത്തും. നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ സഹോദരി, കർത്താവ് നിങ്ങളെ ഉയർത്തും. നിങ്ങളുടെ മക്കളെ, മാതാപിതാവെ, പിതാവെ കർത്താവ് ഉയർത്തും. നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ, ശുശ്രൂഷ ജീവിതത്തെ, നിങ്ങളുടെ ബിസിനസ്സിനെ, നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് ഉയർത്തും. അപ്പോൾ എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവർ, വേണ്ടപ്പെട്ടവർ, ഏറ്റവും അടുത്തുള്ളവർ തന്നെ ശത്രുക്കളായി മാറുന്നത്? ആ സഹോദരിക്ക് ഞാൻ ചുരുക്കം വാക്കുകളിൽ കാര്യം പറഞ്ഞു കൊടുത്തു. എങ്കിലും മെസ്സേജ് കേൾക്കുമ്പോൾ ആ സഹോദരി അത് വ്യക്തമായിട്ട് മനസ്സിലാക്കട്ടെ. എന്നെ കേൾക്കുന്ന നിങ്ങളും അത് മനസ്സിലാക്കുക. ഒരു ഉയർപ്പ്, താങ്ക് ഗോഡ്, ഒരു ഉയർച്ചയുടെ അനുഭവം കർത്താവ് നിങ്ങളുടെ മുമ്പിൽ ഒരുക്കിയിട്ടുണ്ട്. അത് തന്നെയാണ് എൻ്റെ കർത്താവിൻ്റെ ഇഷ്ടം. അതേക്കുറിച്ച് നിങ്ങൾ പ്രൈസർ ഫാമിലിയിലൂടെ കേട്ടുകൊണ്ടേയിരിക്കുന്നു. വീണ്ടും എന്തിനെന്ന ചോദ്യത്തിന് ഉത്തരം, നിങ്ങൾ ഉറച്ചു നിൽക്കുവാൻ, നിങ്ങൾ ഓടിപ്പോകരുത്. നിങ്ങൾക്കൊരു ഉയർച്ചയുണ്ട്. മനുഷ്യരിലേക്ക് നോക്കണ്ട, ദൈവത്തിലേക്ക് നോക്കുക. മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ ഇത് ചെയ്യും. നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളെപ്പോലെ ബാധിക്കപ്പെട്ടവരെ പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർത്ത് നിർത്തുക. കോൺടാക്റ്റുകൾ കൈമാറുക. പ്രൈസർ ഫാമിലിയെക്കുറിച്ച് പറയുക. എല്ലാ വെള്ളിയാഴ്ചയും 11 മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവായി പ്രൈസർ ഫാമിലി നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ ആലയത്തിൽ കടന്നു വരുവാൻ കഴിയുന്നവർ കടന്നു വരിക. എല്ലാ ഞായറാഴ്ചയും വിശുദ്ധ സഭാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. 10 മണി മുതലാണ് കേട്ടോ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ അതിൻ്റെ ലിങ്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആ ലിങ്ക് ലഭിക്കുന്നില്ലെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് സഭാരാധനയിൽ പങ്കെടുക്കുവാൻ കഴിയും. എങ്ങനെയെങ്കിൽ നിങ്ങൾക്കൊരു ആരാധനയ്ക്ക് പോകുവാൻ കഴിയാത്ത സാഹചര്യത്തിലാണ്. ഇനി നിങ്ങളൊരു ആരാധനയ്ക്ക് പോകുന്നില്ല എങ്കിൽ മാത്രം, മറ്റൊരു സഭയിൽ നിങ്ങൾ ആരാധനയ്ക്ക് പോകുന്നില്ല എങ്കിൽ മാത്രം പ്രൈസർ ഫാമിലിയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളിലൂടെ, നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. നിങ്ങളിലൂടെ തൻ്റെ നാമം ഉയരുവാൻ തക്കവണ്ണം നിങ്ങളെ കർത്താവ് ഉയർത്തും. എവിടെയൊക്കെ നിങ്ങൾ ചെറിയവരെന്ന് കണ്ട് ഭയപ്പെട്ടു പോയോ അവിടെയൊക്കെ ഒരു ഉയർച്ച, നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന, നിങ്ങളുടെ ഭയത്തെ പോക്കുന്ന ഒരു ഉയർച്ചയുണ്ട്. നിങ്ങളുടേതാ മാത്രമായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഒരു ഉപവാസം ക്രമീകരിച്ച് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, എല്ലാ മാസത്തിൻ്റെയും അവസാന ദിവസങ്ങൾ പ്രൈസർ ഫാമിലിയുടെ ഉപവാസ പ്രാർത്ഥനയുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി മാത്രമായിട്ട് ഒരു പ്രയർ ക്രമീകരിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങളുടെ മിഷണറി പ്രവർത്തനത്തിൽ പങ്കാളികളാകുവാനായിട്ട് കഴിയും. അതിനായിട്ട് കർത്താവ് നിങ്ങളെ ഒരുക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുക എന്ന കണ്ടോ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹീതവും പ്രശാന്തവുമായിരിക്കുന്ന നല്ല സമയത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. അപ്പാ, പ്രിയപ്പെട്ടവർ, വേണ്ടപ്പെട്ടവർ തൻ്റെ ശത്രുക്കളായി മാറുമ്പോൾ തളർന്ന് ഭാരപ്പെട്ടായിരുന്നവർ അങ്ങ് അവരോട് സംസാരിച്ച കൃപയ്ക്കായി, അങ്ങനെ ഇഷ്ടം, ആ ഉയർച്ച അതവരുടെ ജീവിതത്തിൽ നിറവേറുന്ന കൃപയ്ക്കായി, ആ ദൈവപ്രവൃത്തിക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. ഇവരിൽ രോഗികളായി ഭാരപ്പെടുന്നവർ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. രോഗികൾ പ്രാർത്ഥിച്ചു, കർത്താവ് തൊട്ട് സൗഖ്യമാക്കുക. യേശുവിൻ നാമത്തിൽ നിങ്ങളുടെ അവസ്ഥ മാറുവാൻ തക്കവണ്ണമുള്ളൊരു സൗഖ്യം, നിന്ദയും നിരാശയും അപമാനവും വേദനയും ഉറക്കമില്ലാത്ത രാത്രികൾക്ക് അറുതി വരുത്തുന്ന സൗഖ്യം, യേശുവിൻ നാമത്തിൽ മാതാപിതാക്കളുടെ കണ്ണുനീരിന് അറുതിയാവുന്ന സൗഖ്യം, സ്തോത്രം. മക്കൾക്ക് ബാധ്യതയാകാതെ നിങ്ങളെ മുൻപോട്ട് നടത്തുന്ന സൗഖ്യം, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പോൾ നല്ല ജോലികൾ നൽകണമേ. ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ. തൊഴിൽ മേഖലയിൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന എല്ലാ വെല്ലുവിളികളും വഴി മാറട്ടെ. തൊഴിലിടങ്ങളിൽ സമൃദ്ധിയും സമാധാനവും ഉണ്ടാകട്ടെ, വർധനവുണ്ടാകട്ടെ. സ്തോത്രം. പ്രമോഷനുകൾ ഉണ്ടാകട്ടെ, ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ. ശമ്പളങ്ങൾ തടങ്ങി വയ്ക്കപ്പെടുന്ന അവസ്ഥ മാറട്ടെ. വിശാലത വെളിപ്പെടട്ടെ. വിശാലത വെളിപ്പെടട്ടെ. ഇവർക്ക് മുന്നിൽ രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. കാത്തിരിക്കുന്ന വിശാലതയിലേക്ക് കാൽവയ്ക്കുവാൻ തക്കവണ്ണം പഠനത്തിനായി, ജോലിക്കായി രാജ്യങ്ങളിലേക്ക് പ്രവേശിക്കട്ടെ. വിസ പ്രോബ്ലങ്ങൾ മാറട്ടെ. സ്തോത്രം. ആമേൻ, ആമേൻ. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. സ്വദേശത്തും വിദേശത്തും ബാധിക്കപ്പെട്ടവർ, ജോലി സംബന്ധമായി, പഠന സംബന്ധമായി ബാധിക്കപ്പെട്ടവർ വിടുവിക്കപ്പെടട്ടെ. മത്സര പരീക്ഷകൾ റിസൾട്ട് ഉണ്ടാകട്ടെ. തലമുറകൾ, അവരുടെ ഭാവി, അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടട്ടെ. പഠന വൈകല്യങ്ങൾ മാറിപ്പോകട്ടെ. ബുദ്ധിമണ്ഡലങ്ങൾ തുറന്നു വരട്ടെ. സ്തോത്രം. മക്കളെ പഠിപ്പിക്കാനുള്ള വഴികൾ തുറന്നു വരട്ടെ. എഡ്യൂക്കേഷൻ ലോണുകൾ ലഭിക്കട്ടെ. വിവാഹങ്ങൾ നടക്കട്ടെ. ഉദരഫലങ്ങൾ ജനിക്കട്ടെ. കുടുംബജീവങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് വരട്ടെ. ദേശത്തിൽ അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായവരുടെ കുടുംബം മാറട്ടെ. താങ്ക് യു ലോർഡ്. മദ്യപാന വ്യഭിചാര വെറിക്കൂത്തുകൾ വിട്ടുപോ. സ്വന്തം ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ഭവനങ്ങൾ, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ, വാഹനങ്ങൾ വാങ്ങട്ടെ. ആത്മീയ ജീവിതം പണിയപ്പെടട്ടെ. പ്രാർത്ഥനാ ജീവിതം പണിയപ്പെടട്ടെ. സ്തോത്രം. ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. കടഭാരങ്ങൾ മാറട്ടെ. കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ. ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ. കോടതികൾ കയറി ഇറങ്ങുന്ന അനുഭവം മാറട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. വലിയ സാക്ഷ്യത്തിനായിരിക്കും. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകലും ദൈവം അനുവദിച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി
ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.